നമസ്കാരം. സരസ്വതി അക്വ ഫാമിൻ്റെ അക്വപോണിക്സ് കൃഷി കാഴ്ചകളിലേക്ക് എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പ്രാവശ്യത്തെ നമ്മുടെ വിഷയം എങ്ങനെ ചെലവ് ചുരുക്കി ഒരു അക്വപോണിക്സ് യൂണിറ്റ് നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. പലപ്പോഴും നമുക്കൊരു അക്വപോണിക്സ് യൂണിറ്റ് നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് പിന്മാറാനായിട്ടുള്ള ഒരു പ്രധാന കാരണം ഈ യൂണിറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി വരുന്ന ചിലവാണ്. ഒരു അക്വപോണിക്സ് യൂണിറ്റ് നിർമ്മിക്കാൻ സാധാരണ മത്സ്യകൃഷിയെ അപേക്ഷിച്ചിട്ട് ചിലവ് കൂടുതലാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ 2 ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മൾ മീനിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനാൽ പച്ചക്കറിയുടെ കാര്യം നമ്മൾ വിസ്മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു അക്വപോണിക്സ് യൂണിറ്റിൽ മീനിനും പച്ചക്കറിക്കും തുല്യ പ്രാധാന്യമാണ്. ഏകദേശം ഒരു യൂണിറ്റിൽ 2 മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ആദായം ലഭിച്ചു തുടങ്ങും. അത് പച്ചക്കറിയിൽ നിന്നാണെന്ന് മാത്രം. ഇത് കേൾക്കുമ്പോൾ പലരും തോന്നും ഇത് വിറ്റ് കിട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയല്ല, നമ്മളുടെ വീട്ടാവശ്യത്തിന് എടുക്കുന്ന പച്ചക്കറിയുടെ മൂല്യം മാത്രം കണക്കാക്കിയാൽ മതി. പിന്നെ ഒരു പ്രാവശ്യം ഇതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ചിലവ് മുടക്കാൻ തയ്യാറായാൽ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായ മീനും പച്ചക്കറിയും നമ്മൾ ഈ കൃഷി എന്ന് വേണ്ടെന്ന് വയ്ക്കുന്നു അതുവരെ യൂണിറ്റിൽ നിന്ന് ലഭിക്കും. അതായത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇനി ഈ കാര്യത്തിലേക്ക് വരാം, എങ്ങനെ ചിലവ് ചുരുക്കി നമുക്കൊരു യൂണിറ്റ് നിർമ്മിക്കാം എന്നതിന് കുറച്ച് ഞങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസിലുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ പഴയ ബാരൽ കട്ട് ചെയ്ത് ഒരു 3 കട്ടയുടെ പുറത്ത് എടുത്തു വച്ചിട്ട് അതിനൊരു സൈഫണൊക്കെ ചെയ്ത് അത് കുളത്തിലേക്ക് തിരിച്ചു പോകുന്ന രീതിയിൽ ഒക്കെ നമുക്ക് അക്വപോണിക്സ് യൂണിറ്റ് ചെയ്യാം. വലിയ സാങ്കേതികവിദ്യയുടെ വലിയ ടെക്നിക്കൽ നോളജൊന്നും ആവശ്യമില്ല. ഇതൊരു ആൾക്കും ഈസി ആയിട്ടൊരു ആക്സോ ബ്ലേഡും കുറച്ച് പൈപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു യൂണിറ്റ് ഈസി ആയിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ചെറിയൊരു യൂണിറ്റ് നിർമ്മിച്ചെടുക്കാൻ പറ്റും. അതിന് വലിയ സാമ്പത്തികമൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പഴയ കട്ടയും കാര്യങ്ങളുമൊക്കെ നമുക്ക് നിരത്തി വെച്ചിട്ട് സിമെൻറ്റ് പോലും ഇട്ടിട്ടില്ല, വെറുതെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിൽ ഒരു കമ്പി വെച്ച് താങ്ങി കൊടുത്തിട്ടുണ്ട്, തള്ളിപ്പോകാതെ, വെള്ളം കയറുമ്പോൾ തള്ളിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. കാര്യം ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലവ് ചുരുക്കി നാച്ചുറൽ പോണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ അളവിൽ മീനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇത് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതി ചെയ്യുമ്പോൾ വളരെ കുറച്ച് മീനെ ഇടുന്ന സ്ഥാനത്ത് അക്വപോണിക്സ് യൂണിറ്റാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നാച്ചുറൽ പോണ്ടിൽ കൂടുതൽ എണ്ണം മീനെ ഒക്കെ നമുക്ക് നിക്ഷേപിക്കാനായിട്ട് കഴിയും. അതുപോലെ ബക്കറ്റ് ഉപയോഗിച്ച് പഴയ പെയിൻറ്റ് ബക്കറ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ബക്കറ്റ് സിസ്റ്റം രീതിയിലും ചെയ്യാം. ഈ ഒരു യൂണിറ്റ് അതുപോലെ ചെയ്തിരിക്കുന്ന അതാണ്. ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് എയറേഷനും ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന വെള്ളത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു മോട്ടർ മാത്രം ഉപയോഗിച്ച്, ഇച്ചിരി ഫ്ലോ റേറ്റ് കൂടിയ മോട്ടർ. അപ്പോൾ റിട്ടേൺ ഉള്ള വെള്ളത്തിൻ്റെ അകത്ത് ഇതുപോലെ ചെറിയ കിഴുത്തയിട്ട് വെള്ളത്തിലേക്ക് വീഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ എയറേഷൻ കിട്ടും. കൂടാതെ ബക്കറ്റിൻ്റെ അകത്ത് അക്വപോണിക്സ് യൂണിറ്റ്. നിരവധി വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഒരു അബ്ദുൾ റഷീദിക്ക ഉണ്ട്, അവിടെ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ബക്കറ്റ് സിസ്റ്റം ചെയ്യുന്നതിൻ്റെ അകത്ത് ചിലവ്. അപ്പോൾ അക്വപോണിക്സ് യൂണിറ്റ് വലിയ കാശ് മുടക്കി ചെയ്യേണ്ട യൂണിറ്റ് ആയിട്ട് ഒന്നുമല്ല, വളരെ ചിലവ് ചുരുക്കി എല്ലാവരുടെയും ആഗ്രഹത്തിന് ഇണങ്ങുന്ന രീതിയിൽ. നമുക്ക് മീൻ വളർത്താനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീനെ വളർത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈടെക് സംവിധാനങ്ങൾ ഉപയോഗിക്കണം. ഒന്നെങ്കിൽ ബയോഫ്ലോക്ക്, അല്ലെങ്കിൽ റാസ്, അല്ലെങ്കിൽ അക്വപോണിക്സ് പോലുള്ള ഏതെങ്കിലും ഹൈടെക് കൃഷി രീതികൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഹൈ ഡെൻസിറ്റിയിൽ മത്സ്യകൃഷി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ ഒരു 1000 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ഒരു 4-5 മീനിൽ കൂടുതൽ വളർത്തു മീനിനെ നമുക്ക് വളർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ അക്വപോണിക്സ്, ബയോഫ്ലോക്ക്, റാസ് പോലുള്ള സംവിധാനങ്ങളാണെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മീനെ നമുക്ക് ഇടാം. ഇപ്പോൾ ഞങ്ങളുടെ യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇതുപോലെ പഴയ ആക്രിക്കടയിൽ നിന്നും മറ്റും ശേഖരിച്ച പഴയ ഇതുപോലുള്ള മെഷും കടയൊക്കെ പൊളിച്ച് നിർത്തിപ്പോയ കടയൊക്കെ പൊളിച്ചു പോയതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഞങ്ങൾ ആക്രിക്കടകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട്
അതുപോലെ പഴയ കമ്പി, ഈ മുറി പീസുകൾ അത് കൂട്ടി വെൽഡ് ചെയ്തുമൊക്കെയാണ് ഞങ്ങളുടെ യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള സാധനമൊക്കെ ആക്രിക്കടയിൽ നിങ്ങൾക്ക് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റും. വെൽഡ് ചെയ്തതിൻ്റെ മിച്ചം വരുന്ന കമ്പിയുടെ പീസ് ഒക്കെ ഇതൊക്കെ എടുത്ത് നമ്മൾ കുറേ പണി നമ്മളും കൂടെ ചെയ്യണം. ഉരച്ച് പെയിൻറ്റ് ചെയ്യുന്ന പണികളുമൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പോൾ ഈ യൂണിറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു വൃത്തി വരാൻ വേണ്ടിയിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പലതും കറക്റ്റായിട്ട് ഒരു വെൽഡറുടെ സഹായം നമുക്ക് ആവശ്യമാണ് ഇത്തരത്തിലുള്ളൊരു യൂണിറ്റ് ചെയ്യണമെങ്കിൽ. ഒരു നമ്മുടെ സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ അയൽവക്കത്തൊക്കെ ഏതെങ്കിലും ഒരു വെൽഡറെ കാണും, അദ്ദേഹത്തെ സമീപിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് പലതും പല ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു വൃത്തി ഒന്നും അത്ര, എന്നാലും ഒരുവിധം വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പിയൊക്കെയാണ് ഇതിന് താങ്ങായിട്ട് കൊടുത്തിരിക്കുന്നത്. വാർക്ക കമ്പി ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിലവ് ചുരുക്കി നമുക്ക് ഒരു നല്ലൊരു യൂണിറ്റ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. സ്റ്റാൻഡൊക്കെ അത്തരത്തിൽ ചെയ്തിരിക്കുന്നതാണ്. ഈ വാർക്കയ്ക്ക് മിച്ചം വന്ന കമ്പി പല സ്ഥലത്ത് ആക്രിക്കടകളിൽ ഇതുപോലുള്ള കമ്പിയും കാര്യങ്ങളും ഒക്കെ കിട്ടും, അതുപയോഗിച്ചും ചെയ്യാം. ഇനി കുറച്ച് വൃത്തി കൂടുതൽ വേണമെങ്കിൽ ഇത്തരത്തിൽ ഉള്ള യൂണിറ്റുകളും നമുക്ക് ചെയ്തെടുക്കാം. എല്ലാം മാർക്കറ്റിലൊക്കെ FRP ടാങ്കുകളൊക്കെ ലഭ്യമാണ്. അതുപയോഗിച്ച് ടെറസിൻ്റെ മുകളിലും മുറ്റത്തും ഒക്കെ കുറച്ച് വൃത്തി നീറ്റ്നെസ്സും ഒക്കെ വേണമെങ്കിൽ ഈ രീതിയിലും നമുക്ക് അക്വാപോണിക്സ് യൂണിറ്റ് നിർമ്മിച്ചിരിക്കുക. അത് അവനവൻ്റെ യുക്തിയാണ്, ഏത് രീതി ചെയ്യണം, ചിലവ് ചുരുക്കി വേണോ ചിലവ് കൂട്ടി വേണോ എന്നുള്ളത് അവനവൻ്റെ യുക്തിക്കനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ചിലവ് ചുരുക്കി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്ത് ലഭിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ഇതിലനുസരിച്ച് ചെയ്യാം. ഇനി ചിലവ് കൂട്ടി എത്ര രൂപ വേണമെങ്കിലും മുടക്കി ചെയ്യണോ, അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു അക്വാപോണിക്സ് യൂണിറ്റ് ചെയ്യാം. ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.